സ്വിറ്റ്സർലാൻഡിൽ നിന്ന് വീണ്ടും ഫൈന കിട്ടിയോ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷെറിൻ അസർ ഫ്രം ലൗട്ടർബ്രണ്ണൻ, സ്വിറ്റ്സർലാൻഡ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് സ്വിറ്റ്സർലാൻഡിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ആയിട്ടുള്ള ലൗട്ടർബ്രണ്ണനിലാണ്. ഇത്രയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. നോക്കേ, അപ്പോൾ സ്വിറ്റ്സർലാൻഡിലെ കൂടുതൽ വിശേഷങ്ങൾ കാണാനായിട്ട് എൻ്റെ വീഡിയോ മുഴുവൻ കാണുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ സ്വിറ്റ്സർലാൻഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വിറ്റ്സർലാൻഡിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജുകൾ കാണാനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ലൗട്ടർബ്രണ്ണനും ഗ്രിൻഡൽവാൾഡും. ടൂറിസം കൊണ്ട് പൊറുതിമുട്ടിയുള്ള ഒരു സ്ഥലങ്ങൾ സ്വിറ്റ്സർലാൻഡിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അങ്ങനെ രണ്ട് ഗ്രാമങ്ങൾ കാണാനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ആദ്യം നമ്മൾ പോകുന്നത് ലൗട്ടർബ്രണ്ണനിലേക്കാണ് കേട്ടോ. മസ്റ്റ് വിസിറ്റ് പ്ലേസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്വിറ്റ്സർലാൻഡിലെ ഏറ്റവും ഭംഗിയുള്ള രണ്ട് ഗ്രാമങ്ങളാണ് ഇത് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ കനോൺ വാക്ക് കഴിഞ്ഞു. അതുപോലെ സ്വിറ്റ്സർലാൻഡിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രെയിൻസ് നദിയൊക്കെ കണ്ടിട്ടാണ് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വരുന്നത്. വരുന്ന വഴിക്ക് നമ്മളൊരു സ്ഥലത്ത് നമ്മുടെ വാനൊക്കെ പാർക്ക് ചെയ്തു. നമ്മൾ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് ആ ഒരു ഗ്രാമത്തിലെത്തി എന്നാണ് കേട്ടോ തോന്നുന്നത്. കുറച്ച് ആളുകളൊക്കെ മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ആളുകളുണ്ട്. നല്ല അത്യാവശ്യം നല്ല അത്രമാത്രം ആളുകളുള്ള ഒരു വില്ലേജാണ്. മോനെ, നല്ല ഉയരത്തുനിന്ന് വെള്ളച്ചാട്ടം കാണുന്നുണ്ട് കേട്ടോ. എന്തായാലും ആദ്യം നമുക്ക് ക്യാമ്പർ വാൻ പാർക്ക് ചെയ്യാം. ഫൈനലി നമ്മൾ സ്വിറ്റ്സർലാൻഡിൻ്റെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ആയിട്ടുള്ള ലൗട്ടർബ്രണ്ണനിലെത്തി. യാ അല്ലാ, പറഞ്ഞറിയിക്കാൻ എന്തൊരു ഭംഗിയാന്നറിയോ കാണാൻ. ഏകദേശം 300 മീറ്റർ ഉയരത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു ക്ലിഫിൽ നിന്ന് വീഴുന്ന സ്റ്റോബാക്ക് ഫോൾസ് ആണ് ഈ കാണുന്നത്. സ്റ്റോബാക്ക് ഫോൾസ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് അത്യാവശ്യം നടക്കാനുണ്ട്. നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ മുകളിലേക്ക് നടന്നു പോയിട്ട് അവിടുത്തെ വ്യൂ ഒന്ന് കാണിക്കാം ഞാൻ ആദ്യം തന്നെ. മോനെ, അടിപൊളിയാണ് കേട്ടോ. എന്തൊരു ഭംഗിയാണ് കാണാൻ. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നടന്നു വന്നപ്പോഴൊരു വ്യൂ ആണ്. ഞാൻ ആ വാട്ടർഫോൾസ് ഇനി കാണിക്കാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ആ വെള്ളം ഇങ്ങനെ ഒഴുകുന്നത് കാണാൻ, അതുപോലെ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടും എല്ലാം കൂടി അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന വില്ലേജിൽ കൂടെ നമുക്ക് നല്ലൊരു വാക്ക് ഉണ്ട് കേട്ടോ. ഇതിൽ കൂടെ നമുക്ക് നടക്കാനുണ്ട് അത്യാവശ്യം. അപ്പോൾ ഈ കാണുന്നതൊക്കെ ലൗട്ടർബ്രണ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്യൂട്ടിഫുൾ വില്ലേജാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നടന്ന് കാണാം ഇനി.
അങ്ങനെ സ്വിറ്റ്സർലാൻഡിലെ ഒരു ബ്യൂട്ടിഫുൾ വില്ലേജിൽ കൂടെയുള്ള ആ ഒരു നടത്തം അടിപൊളിയായിരുന്നു അല്ലേ. എനിക്ക് അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു. പക്ഷേ ഭയങ്കര ഭംഗി എന്ന് പറയാനല്ല, കാരണം എനിക്ക് തോന്നുന്നു സ്വിറ്റ്സർലാൻഡിലെ ബാക്കി സ്ഥലങ്ങളൊക്കെ ഇതുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഫാം ഉണ്ടായിരുന്ന ആ ഒരു ഗ്രാമമൊക്കെ ഇതിനേക്കാളും ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഇത് ഒരു മെയിനായിട്ടൊരു ഹൈപ്പ് കൊടുത്തിട്ടായിട്ട് എനിക്ക് തോന്നി. അപ്പം എന്തായാലും അടിപൊളിയായിരുന്നു. ഈ ഷോപ്പിൽ നിന്ന് ഒരു സൊവനിയർ വാങ്ങി. സ്വിറ്റ്സർലാൻഡ് നമ്മൾ പോയ കൺട്രീസിൻ്റെ ഒക്കെ സൊവനിയേഴ്സ് വാങ്ങി കീപ്പ് ചെയ്യണമെന്ന് നമ്മളൊരാഗ്രഹമാണ് കേട്ടോ. സ്വിസ് വാച്ചുകൾ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ നിന്നൊക്കെ ഒരു ഒറിജിനൽ ആവോ എന്ന് എനിക്കറിയില്ല. ഈ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് അത് എടുത്തിട്ടില്ല. സൊവനിയർ മാത്രം വാങ്ങി നമ്മൾ തിരിച്ചു പോകണം. സ്വിറ്റ്സർലാൻഡിൽ നിന്ന് വീണ്ടും ഫൈന കിട്ടിയോ? ഫൈനൊന്നല്ല. എന്താണ്? Oh, I thought it's a fine. I thought no sleep here. Yeah. No fancy camping here. Okay. Think this hours is free for parking if you pay. Okay. And the nights, please no. Okay. This is only for information. Yeah, for I had you. no intention This to is a അവനാണ് കൊടുക്കുന്നേക്കുന്നതാണ് ആളെ പീഡിപ്പിക്കാനായിട്ട്. ഫൈനല്ല എന്ത് സംഭവം? ഞാൻ പറഞ്ഞത് ഇവിടെ വന്നവരിതൊരു സുവനിയർ ആയിട്ട് കൊണ്ടുപോകുന്ന സാധനമാണ്. ശരി. രാത്രി 10 മണി മുതൽ രാവിലെ 7 മണി വരെ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല. നാശാക്കണ്ട, സുവനിയർ അത്ര വരെ. നമ്മള് ശരിക്കും ഒരു ഫൈൻ കിട്ടിയതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. സ്വിറ്റ്സർലാൻഡിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ആയിട്ടുള്ള ലൗട്ടർബേൺ കണ്ട് ഇനി നമ്മൾ പോകുന്നത് ഗ്രിൻഡൽവാൾഡിലേക്കാണ്. അതും ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഇവിടുന്ന് ഒരു 49 മിനിറ്റ്സ് ഉണ്ട്. 19 കിലോമീറ്ററേ ഉള്ളൂ, പക്ഷെ 49 മിനിറ്റ്സ് ഉണ്ട്. നല്ല ബ്ലോക്കാണ് പറയുന്നത്. അപ്പൊ ഇനി നേരെ ഗ്രിൻഡൽവാൾഡിൽ നിന്ന് കാണാം. ഒരുപാട് ട്രെയിൻ സ്റ്റേഷന്ന് ലൗട്ടർബേണിലേക്ക് ട്രെയിൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ട്രെയിനാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഭയങ്കര ലോങ് ക്യൂ ആണ് റോഡ്. ഭയങ്കര ലോങ് ട്രാഫിക് ജാമാണ് കാണിക്കുന്നത്. 40 മിനിറ്റ്സിലാക്കും ഈ റെഡ് ഫുള്ള് ട്രാഫിക് ജാമും. ആക്സിഡന്റ് ആക്സിഡന്റ് അവിടെ ഒരു ആക്സിഡന്റ് ആക്സിഡന്റ് ആയിട്ടാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. കൊറേ നേരമായി ക്യൂല്. നമ്മളിവിടെ വന്നിട്ട് അങ്ങനെ ഒരു ആക്സിഡന്റ് ഒന്നും കണ്ടിട്ടില്ല അല്ലേ. അങ്ങനെ ഫൈനലി നമ്മൾ ഗ്രിൻഡൽവാൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ബ്യൂട്ടിഫുൾ വില്ലേജിൻ്റെ ആ ഒരു അടുത്ത് ഏകദേശം എത്തി. അപ്പോൾ ഈ വരുന്ന നീണ്ട വാഹനങ്ങളുടെ ക്യൂ ഗ്രിൻഡൽവാൾഡിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നീണ്ട ക്യൂ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഉണ്ടാവും ആ വില്ലേജിൻ്റെ ഒരു ബ്യൂട്ടി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഏകദേശം ഇപ്പോൾ നമ്മൾ ആ ഒരു ഗ്രിൻഡൽവാൾഡിൻ്റെ അടുത്തെത്തി തുടങ്ങി. പക്ഷേ നല്ല ഇരുട്ടായിട്ടുണ്ട്. നമുക്കിനി അവിടെ പോയിട്ട് എത്രത്തോളം കാണാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ള ഒരു സ്ഥലമാണ് ഗ്രിൻഡൽവാൾഡ്. അപ്പം അത് ആക്ടിവിറ്റീസൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് പറയാം. അപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ ഒരു 6:30 കഴിഞ്ഞു. 7:15 ആകുമ്പോഴാവും നമ്മൾ ഓൾമോസ്റ്റ് അവിടെ എത്തുക. അപ്പോൾ എന്തായാലും പോയി നോക്കാം. എന്ത് ഭംഗിയാണെന്ന് അറിയാം ഇവിടുത്തെ വീടുകൾ കാണാൻ. നല്ല വുഡ് കൊണ്ടാട്ടോ അവരുണ്ടാക്കിയിട്ടുള്ളത്. അതെനിക്ക് തോന്നുന്നു ഈ തണുപ്പിന് ഏറ്റവും നല്ല പ്രതിരോധിക്കാൻ പറ്റിയിട്ടുള്ളത് വുഡ് കൊണ്ടുള്ള വീടുകളാണ് കേട്ടോ. മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള എന്താ ഭംഗി. ബാൽക്കണികളൊക്കെ എന്താ പൂക്കൾ കൊണ്ട് നിറച്ചിട്ട്. അപ്പം നമ്മൾ ആ ഒരു സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. സിറ്റി എന്ന് പറയാൻ വയ്യ, അതൊരു ഗ്രാമപ്രദേശമാണ്. ആ ഗ്രാമപ്രദേശത്ത് നമ്മൾ ഓൾമോസ്റ്റ് എത്തി. ഇനി നമുക്ക് നമ്മുടെ പാർക്കിംഗ് നോക്കാം. ഓ എന്ത് ഭംഗിയാണെന്നറിയോ. ആൽപ്സ് മൗണ്ടെയ്ൻസ് ആണ് കേട്ടോ കാണുന്നത്.
നല്ല മഴക്കാറുമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏകദേശം ഇരുട്ടായി തുടങ്ങുകയും ചെയ്തു. അത്യാവശ്യം നല്ല ആളുകളുണ്ട് കേട്ടോ. നമ്മൾ ഔട്ടർ ബേണിനേക്കാളും കൂടുതൽ ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രിൻഡൽവാൾഡ് വില്ലേജിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മൗണ്ടെയിൻ സ്പോട്ടുകളുടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കൂടിയാണ് ഇവിടെ. ശരിക്കും ഒരുപാട് നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ ഒരു സ്ഥലത്തും ഇത്ര ലേറ്റ് ആയിട്ട് ഇങ്ങനെ ആളുകളുള്ളത് കണ്ടിട്ടില്ല അല്ലേ. അപ്പം ഇവിടെ അതുപോലെ കുറേ ഇന്ത്യക്കാരുണ്ട്, ഹിന്ദിക്കാർ കുറേ ഉണ്ട്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, ഹിന്ദിക്കാരുടെ കുറേ ഫുഡുകളൊക്കെ കുറേ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ബാക്കില് ശരി അതാ കേറ അസാ ഗ്രിൻഡൽവാൾഡ് നമ്മൾ ഇവിടുത്തെ ടൂറിസ്റ്റ് ഓഫീസിൽ പോയി നോക്കാം. ഇവിടെ കേബിൾ കാർ എന്തെല്ലാം സർവീസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ എല്ലാം അടച്ചിട്ടുണ്ടാവാനാണ് ചാൻസ്. 7 മണിയായില്ലേ, നല്ലൊന്ന് പോയി നോക്കാട്ടോ. ഇവിടെ മെയിൻ ആക്ടിവിറ്റി സ്നോ ഉള്ള ടൈമിലാണ്, വിൻ്റർ സീസണിലാണ് ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ളത്. കേബിൾ കാറിൽ മുകളിൽ പോവുക, പിന്നെ എന്താ പറയുക, സ്വിസ് ആൽപ്സ് കാണാം. ഒരു രക്ഷയില്ല കേട്ടോ, നമ്മൾ മിസ് ചെയ്തു. ഇപ്പോൾ ഇവിടെ 7:30 ആയ ടൈം. 7 o'clock ആകുമ്പോഴത്തേനും ഇവിടെ സകല സൂപ്പർ മാർക്കറ്റുകൾ വരെ ക്ലോസ് ചെയ്യുന്നതാണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് നേരം കാണാം നമുക്ക്. അപ്പം ഈ ഗ്രിൻഡൽവാൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥലത്തുനിന്ന് കേബിൾ കാർ ഉണ്ട്. ആ ഒരു മൗണ്ടെയ്ൻസിൻ്റെ മുകളിലേക്കാണ്, ആൽപ്സ് മൗണ്ടെയ്ൻസിൻ്റെ മുകളിലേക്കാണ്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൗണ്ടെയ്ൻസ് ആണ്. അതുപോലെ തന്നെ ടോപ്പ് ഓഫ് യൂറോപ്പിലേക്ക് ഇവിടുന്ന് കേബിൾ കാർ ഉണ്ട്. യൂറോപ്പിലെ ഏറ്റവും ഹയ്യസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ ഈ ടോപ്പ് ഓഫ് യൂറോപ്പ്. പക്ഷെ നമുക്ക് മിസ് ചെയ്തു. ആൽപ്സിലെ ഏറ്റവും ഹയ്യസ്റ്റ് പ്ലേസ് ആണ് ആ ഒരു ടോപ്പ് ഓഫ് യൂറോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സീ ലെവലിന് ഏകദേശം 3454 മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു ടോപ്പ് ഓഫ് യൂറോപ്പ് ഉള്ളത്. അപ്പം ആ ടോപ്പ് ഓഫ് യൂറോപ്പിൽ ഒരു ഐസ് കേവും കൂടി ഉണ്ട്. പക്ഷെ നമ്മളതെല്ലാം മിസ് ചെയ്തു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഓൾമോസ്റ്റ് നല്ല ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി എന്താ പറയുക, തിരിച്ചു പോവുകയാണ്. ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഇൻ്റർലേക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്വിറ്റ്സർലാൻഡിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു സിറ്റിയാണ്. 2 ലേക്കിൻ്റെ ഇടയ്ക്കുള്ള ഒരു വില്ലേജാണ് ഇൻ്റർലേക്കൺ. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെയാണ് ഇന്നത്തെ സ്റ്റേ. നാളെ ഒരു ഉച്ചയോട് കൂടിയിട്ട് നമ്മൾ ഇവിടുന്ന് ഇറ്റലിയിലേക്ക് കിടക്കും ഇൻഷാ അല്ലാഹ്. എന്താ ഭംഗി കാണാൻ മാഷാ അല്ലാഹ്. ഇവിടെ എനിക്ക് തോന്നുന്നു സ്വിറ്റ്സർലാൻഡിൽ ഈ ഒരു സ്ഥലത്ത് ഈ ഗ്രിൻഡൽവാൾഡ് വിട്ടിട്ട് ഇങ്ങോട്ട് കുറച്ച് ആളുകളൊക്കെ ഉണ്ട് തെങ്ങായിട്ടല്ലേ. ഫേമസ് ടൂറിസ്റ്റ് സിറ്റിയാണ്. മറ്റേ ക്ലിയർ ഒന്നുമില്ല. ഇതെന്താ പട്ടാളക്കാരാണ് നമുക്ക്. അപ്പോൾ ഇതാണ് ഇന്റർലേക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. സ്വിറ്റ്സർലാൻഡിലെ ഒരു ടൂറിസ്റ്റ് സിറ്റി തന്നെയാണ് അല്ലേ. ഇന്റർലേക്കൺ നല്ല ഫേമസ്. നമ്മൾ ഗ്രിൻഡൽവാൾഡും ലാഫ്രൂക്കും അങ്ങനെയൊക്കെ പറഞ്ഞ പോലത്തെ ഒരു സ്ഥലം തന്നെയാണ്. ഇവിടുന്ന് ഒരു കേബിൾ കാർ ഉണ്ട് ഇതിന് മുകളിൽ. കേബിൾ കാറിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പനോരമിക് വ്യൂവിംഗ് ഡെക്കും ഫേമസ് സ്ഥലമാണ്. ആ കാണുന്നതാണ് വ്യൂവിംഗ് ഡെക്ക്. മുകളിൽ കാണുന്ന സിറ്റിയുടെ മൊത്തം 360 ഡിഗ്രി വ്യൂ. അത്യാവശ്യം നല്ല രാത്രിയിൽ ഇത്ര അധികം രാത്രിയിൽ ഇത്ര ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. വലിയ സിറ്റിയാണ് സൂറിച്ചിലെ പോലെ. രാത്രിയിൽ ഇത്ര അധികം ആളുകൾ ഉണ്ടായിട്ടില്ല. നല്ല പിന്നെ അറബ്സ് കുറേ ഉണ്ട് ഇന്റർലേക്കണിൽ. ഫസ്റ്റ് വിസിറ്റ് പ്ലേസ് എന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായത്. ഈ 3 സ്ഥലം ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് നമുക്ക് ആ 3 സ്ഥലം നമുക്ക് കാണാൻ പറ്റി. സ്വിറ്റ്സർലാൻഡിലെ രാത്രി മഴ. ഞങ്ങളിന്ന് 4ാമത്തെ ദിവസമാണ് സ്വിറ്റ്സർലാൻഡിൽ. 4 ദിവസം മഴ പെയ്തു. ക്യാമ്പർ വാൻ പോകുന്നു. 4 ദിവസം ഇവിടെ സ്വിറ്റ്സർലാൻഡിൽ മഴ പെയ്ത്. വൈകുന്നേരം ആയാലും ഇങ്ങനെ മേഘമൊക്കെ കൂടി ആകലെ ഇരുണ്ട് മൂടിയിട്ട് ഒരു 8 മണിയായാൽ നല്ല വെയിലാണ്. എന്നാൽ രാത്രി മഴ പെയ്തിട്ട് ഒരു ചളിയോ വെള്ളമോ ഒന്നും എവിടെ ഇല്ല.
ഒരു എല്ലാ ദിവസം ഇപ്പം 4 ദിവസം രാത്രിയിൽ ഒരു 8 മണിക്ക് മഴ തുടങ്ങിയിട്ട് ഒരു 12-11 മണി വരെയൊക്കെ മഴ ഉണ്ട്. നല്ല പകല് നല്ല തണുപ്പും നല്ല സുഖം. ആളുകൾ കുടയൊക്കെ ചൂടി ഇങ്ങനെ നടന്നു പോണ്. തുന്ന് പറഞ്ഞ സിറ്റിയിലാണ് നമ്മളുള്ളത്. നമ്മളാകെ ഓടിപ്പാഞ്ഞിട്ടാണുള്ളത്. 2 ക്യാമ്പിംഗ് സൈറ്റ് നമ്മൾ പോയി നോക്കി, ആകെപ്പെട്ട് നമ്മൾ 2 ക്യാമ്പിംഗ് സൈറ്റ് ഫുള്ളന്ന് കുറച്ച് ലേറ്റായി. ഈ ക്യാമ്പേഴ്സൊക്കെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേന് തന്നെ കൂട്ട് കയറും തോന്നലാക്കും. ഈ ഏരിയ ഇന്നത്തെ ടൂറിസ്റ്റ് ഏരിയയിൽ ഒരുപാട് മോട്ടോർ ഹോംസ് ഈ ഏരിയയിൽ കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള പാർക്കിംഗ് ഇല്ലാത്തുള്ള ബുദ്ധിമുട്ട്. നല്ല പീക്ക് സീസണല്ല ഇപ്പോൾ, അതാണ് പ്രശ്നം. അല്ലാത്തപ്പോഴൊക്കെ ഈ ഓഗസ്റ്റിലൊക്കെ എല്ലാവരും ഉണ്ടാവും. നമ്മളിപ്പോൾ 3ാമത്തെ ക്യാമ്പിംഗ് സൈറ്റിലേക്കാണ് പോകുന്നത്. നമ്മളിനി ഞങ്ങൾ പെട്രോൾ സ്റ്റേഷനിൽ പാർക്ക് ചെയ്തിട്ട് ഇൻഷാ അല്ലാ. അപ്പോൾ ഇനി ക്യാമ്പിംഗ് സൈറ്റിൽ ഇനി പോയി നോക്കിയിട്ട് കാര്യമില്ല, 10 o'clock ആയി ടൈം. അപ്പോൾ ഇനി പെട്രോൾ സ്റ്റേഷനിൽ പോയിട്ട് നിൽക്കുക കേട്ടോ. എനിക്കൊന്ന് സ്വിറ്റ്സർലാൻഡിൽ ഈ ഭാഗത്തൊക്കെ കുറച്ചും കൂടി ഇങ്ങോട്ട് വരുമ്പോഴേ ഇന്ന് കണ്ട എല്ലാ സ്ഥലങ്ങളും അത്യാവശ്യം നൈറ്റ് ലൈഫുള്ളൊരു സ്ഥലമാണ് തോന്നുന്നല്ലേ. ഭയങ്കര ഈ ഇതേപോലെ ഫോറിൻ ടൂറിസ്റ്റുകൾ അറിയുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഇനി നേരെ പെട്രോൾ സ്റ്റേഷനിലേക്ക് പോവാം. അപ്പോൾ സമയം ഏകദേശം 10:30 കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ഒരുപാട് തിരഞ്ഞ് നടക്കുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ ഈ ഒരു പെട്രോൾ സ്റ്റേഷനിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.